ഉള്ള തുടരുക അശ്വരാട്ട്. ഇപ്പോൾ ബന്ധു അനൂപ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അനൂപ്, ഇത് ഇവര് മനസ്സിലാക്കുന്നത് കാനഡയിലാണ് ജോലി ചെയ്തിരുന്നത്, മലേഷ്യയിലേക്ക് യാത്ര പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണല്ലേ? അതെ അതെ അതെ. എന്താ വീട്ടില് ഇതിനകത്ത് ഈ ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മുടെ പത്തനംതിട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ആയിരുന്നു. പുള്ളി എക്സ് മിലിറ്ററി ആണ് പുള്ളി. അപ്പൊ ഞാനും പത്തനംതിട്ട, എനിക്ക് ആംബുലൻസ് സർവീസ് ആണ് പത്തനംതിട്ട. അപ്പൊ ഞാനും അവിടെ ആംബുലൻസുമായിട്ടുണ്ട്. അപ്പൊ സജീവമായിട്ട് പുള്ളി അറിയാം. പിന്നെ എന്റെ അയലോക്കക്കാരനും കൂടാണ്. അതായത് ഇപ്പം ലക്ഷോറിലാണ് ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. ലക്ഷോറിലെ സെക്യൂരിറ്റി സൂപ്രണ്ടാണ് ബിജു അല്ലേ? ബിജു ചേട്ടൻ. ഓ ശരി ശരി. ബിജു ചേട്ടൻ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് ബിജുവിന്റെ മകളോ മകനോ? മകളാണ്. അതെ അതെ അതെ. ബിജു ചേട്ടന്റെ മകളും പിന്നെ മരുമകന്റെ അച്ഛനും ഇവരെവിടെയാ? ഇവര് പിന്നെ കാനഡയിലായിരുന്നു അല്ലേ? മരുമകൻ കാനഡയിലായിരുന്നു. അതെ അതെ അതെ. കാനഡയിൽ നിന്ന് എത്ര നാളായിട്ട് കാനഡയിലാണ് ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹം? ഇല്ല, ഇല്ല. ഈ കല്യാണം ഉടനെ കഴിഞ്ഞേ ഉള്ളൂ. ഈ കഴിഞ്ഞിടയ്ക്കാണ് കല്യാണം കഴിഞ്ഞത്. പറഞ്ഞത് 2 ആഴ്ചയായി. അത്രേ ഉള്ളൂ. ഒരുപാട് സമയമായില്ല. അതിനുശേഷം മലേഷ്യയിലേക്ക് യാത്ര പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. തിരിച്ചു വരുന്ന വഴിയാണ്. വീട്ടിലൊക്കെ വിവരം അറിഞ്ഞോ? അറിഞ്ഞു. ഇവിടെ എല്ലാരും ആൾക്കാരാണ്, അവരുടെ ബന്ധുക്കളും. വേറെ ആരൊക്കെയുണ്ട് വീട്ടിൽ? വീട്ടില് ഇനി ഒരു ആങ്ങള പയ്യനുണ്ട്, അനിയനുണ്ട്. ഈ അനു എന്ന് പറഞ്ഞ ആളെ അനിയനുണ്ട്. അവരല്ലേ ഇവിടെ എല്ലാം അവരുടെ ഈ ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ എല്ലാവർക്കും വലിയ പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും എല്ലാം നാട്ടിൽ നല്ല ആൾക്കാരുമായിട്ട് വലിയ സഹകരണമൊക്കെ ഉള്ള ആളാണ്. അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം ഇവിടെ ഉണ്ട്. അനു ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ? എന്തോ? അനു ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ? അത് കറക്റ്റ് ആയിട്ടല്ല. ജോലിയുണ്ട്. അവിടെ ഉണ്ടല്ലേ? സ്ഥലത്തുണ്ട് അനൂപ് അല്ലേ? മറ്റെന്താ വിവരങ്ങൾ? കോന്നി ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്. 3 ബോഡി കോന്നി ഗവൺമെന്റ് ഹോസ്പിറ്റലും മോഡ് ബോഡി ഇപ്പം പത്തനംതിട്ട മുത്തൂറ്റുമാണ്. പോസ്റ്റ്മോർട്ടം അങ്ങനെ നടപടികൾ എന്തെങ്കിലും? ഇല്ല, നടപടികളൊന്നും ആയിട്ടില്ല. ഇനി ഇൻക്വസ്റ്റും കാര്യങ്ങളും സമയമെടുക്കും. ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? എന്തുണ്ടോ? എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരും നേതാക്കന്മാരും എല്ലാം, പിന്നെ സുഹൃത്തുക്കള് ബന്ധുക്കള് എല്ലാരും ഉണ്ട് ഇവിടെ. അവരെല്ലാം വേണ്ട രീതിയിലെല്ലാം കാര്യങ്ങൾ നീക്കുന്നുണ്ട്. പെട്ടെന്ന് ഇൻക്വസ്റ്റ് നടത്താനും പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യങ്ങൾ സജ്ജീകരണം ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ശരി അനൂപ്, നന്ദി അനൂപ് സംസാരിച്ചതിന്. ഏതായാലും അനൂപ് അവിടെ കോന്നി താലൂക്ക് ആശുപത്രിയിലുണ്ട്. 3 മൃതദേഹങ്ങൾ കോന്നി താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. മരിച്ച പെൺകുട്ടി അനുവിൻ്റെ മൃതദേഹം മുത്തൂറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അതീവ ദുഃഖകരമായ ഒരു വാർത്തയോടെയാണ് ഇന്ന് ഞായറാഴ്ച രാവിലെ ആരംഭിക്കുന്നത്. മലേഷ്യയിൽ നിന്ന് യാത്ര കഴിഞ്ഞ് വന്ന നവദമ്പതികളെ വിളിച്ചുകൊണ്ട് മടങ്ങി വന്ന ഇരുവരുടെയും അച്ഛന്മാരാണ് ഇവരെ വിളിക്കാനായി എയർപോർട്ടിലേക്ക് പോയത്. തിരിച്ചു വരുന്ന വഴിയാണ് ഈ ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. വലിയ സങ്കടകരമായ ഒരു വാർത്തയാണ്. കാരണം നേരത്തെ അനന്തുമൊക്കെ പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ. അവരവിടെ ഒരു സന്തോഷ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന സമയം കൂടിയായിരുന്നു. ഇതിനിടയിലാണ് ഇത്ര ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ്. നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ്. റോഡിൻ്റെ അശാസ്ത്രീയത ഒരു വലിയ കാരണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഈ റോഡൊക്കെ വളരെ സ്മൂത്തായി റോഡ് ചെയ്തിട്ട് കഴിയുമ്പോൾ അതിലൂടെ അമിത വേഗത്തിലുള്ള വാഹനങ്ങളുടെ ഓടിക്കുന്ന പ്രവണത അത് കൂടി വരുന്നു. അതും അപകടത്തിന് വലിയ കാരണമാകുന്നു എന്നുള്ള വിവരം കൂടിയുണ്ട്. ഏതായാലും അതീവ ദുഃഖകരമായ മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഈ മേഖല. ശശിനാരായണൻ, ഇനിയിപ്പോൾ ഉള്ളത് ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഉണ്ടാകും. ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കണം. ഇപ്പോൾ സംസാരിച്ച അനൂപ് പറഞ്ഞത് അവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. വളരെ വേഗം നടപടികൾ പൂർത്തിയാക്കി ഇനി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള നടപടിക്രമങ്ങളാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? രഞ്ജിത്തെ, അത് തന്നെയാണ്. ഇനി മൃതദേഹവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. 3 പേരുടെയും മൃതദേഹം കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഒരാളുടെ മൃതദേഹം പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. എന്തായാലും രാഷ്ട്രീയ സാംസ്കാരിക ആളുകളൊക്കെ ഇവരെ പരിചയമുള്ള, നാടുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഈ മത്തായി ഈച്ചനും അതുപോലെ തന്നെ ബിജു ജോർജും
മല്ലശ്ശേരി എന്ന് പറഞ്ഞ തോന്നിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള പ്രദേശമാണ്. അവിടെ എല്ലാ ആളുകൾക്കും നേരിട്ട് പരിചയമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം സംഭവം അറിഞ്ഞ് ഈ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകളും മറ്റു കാര്യങ്ങളും നടപടിക്രമങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കും. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇവരുടെ പോലീസ് വന്ന് മറ്റ് നടപടികൾക്ക് നമുക്ക് പൂർത്തിയായതിനു ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും അപകടവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ വലിയ സങ്കടകരമായ ഒരു വാർത്ത ആണ് ഉണ്ടായത്. ഈ അപകടങ്ങൾ ഈ റോഡിൽ പ്രധാനമായും ഈ നാട്ടുകാർ തന്നെ ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് തുടർച്ചയായിട്ടൊരു അപകടം ഉണ്ടാകുന്നത് ഈ പലപ്പോഴും ഓടിക്കൂടുന്നവർ തന്നെയാണ് ഇത്തരം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അത് തന്നെ അവര് ഒരു സ്ഥിരം പതിവായി മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. കാരണം അപകടം ഉണ്ടായാൽ ഉടൻ തന്നെ നാട്ടുകാർ ഈ സ്ഥലങ്ങളിൽ സ്ഥിരം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഒരു ശബ്ദം കേട്ടാൽ രാത്രി തന്നെ ഉറങ്ങാൻ കഴിയാതെ പെട്ടെന്ന് തന്നെ ഇവർ തന്നെ വന്ന് ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തി വാഹനത്തിൽ കയറ്റിവിടുന്ന സാഹചര്യം, അല്ലെങ്കിൽ മരിച്ചവരാണെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ബന്ധുക്കളെ അറിയിക്കേണ്ട ജോലിയായി ഈ പ്രദേശങ്ങളിൽ ഈ കൂടൽ മൃഗകൾ ഭാഗങ്ങളിൽ ആളുകൾ സ്ഥിരം എത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി അവർ പറയുകയാണ്. അത്തരത്തിലുള്ള ആശങ്ക ഈ പ്രദേശത്തുണ്ട്. റോഡപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം വലിയ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ, അശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യുന്ന വാഹനങ്ങൾ, ഡ്രൈവർമാർ ഉറങ്ങിയ കാര്യങ്ങൾ, അതോടെ വാഹനം നല്ല റോഡ് നന്നായി നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് വാഹനം ഓടിക്കുമ്പോൾ വളരെ പെട്ടെന്ന് വേഗത്തിൽ പോകുന്നു. ഡ്രൈവർമാർ പെട്ടെന്ന് വേഗത കൂട്ടി വാഹനം ഓടിക്കുന്നു. അത്തരത്തിലുള്ള അപകടങ്ങളാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത്. എന്തായാലും ഒരു കുടുംബത്തിലെ 4 പേർ രാവിലെ ഈ അപകടവുമായി ഇപ്പോൾ റോബിൻ പീറ്റർ ഉണ്ട്, പ്രമാടം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്. അദ്ദേഹം ടെലിഫോണിലാണ്. റോബിൻ പീറ്റർ, താങ്കൾ ഈ അപകട വാർത്ത അത് അതീവ